ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു സ്നാക്ക് റെസിപ്പി ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. അപ്പം എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കാണുമ്പോൾ നമ്മൾ പഴംപൊരി പോലെ തന്നെ ഉണ്ടല്ലേ. അപ്പം ഈ ഒരു ചിക്കൻ പൊരി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ആദ്യം തന്നെ ഒരു ബൗളിലെടുക്കുക. അതിലേക്ക് നമ്മൾ 2 കപ്പ് മൈദ എടുക്കുക കേട്ടോ. 2 കപ്പ് മൈദ ഇതേപോലെ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മളിതിലേക്ക് പുട്ടുപൊടിൻ്റെ അരിപ്പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ. അതൊരു 1/4 കപ്പും കൂടെ ചേർക്കുക. പിന്നെ നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മൾ ഒരു ടീസ്പൂൺ ഈസ്റ്റും കൂടെ ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നമ്മളിതിൽ 1.25 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പം ഇതിൽ നമ്മൾ അരച്ച മാവോ കാര്യങ്ങളോ ഒന്നും ചേർക്കണില്ല. അതേപോലെ തന്നെ ബേക്കിംഗ് സോഡ ചേർക്കുന്നവർക്ക് അത് ചേർക്കാം. ഞാനിവിടെ ഈസ്റ്റ് ചേർത്തന്നേ ഉള്ളൂ. എന്നതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്യുക. ഇത് നമ്മളൊരു 2 മണിക്കൂർ വെയിറ്റിങ്ങിന് വെക്കുന്നുണ്ട്. അപ്പം വൈകുന്നേരത്തേക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് നേരം വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് ബേക്കിംഗ് സോഡ ഉണ്ടെങ്കിൽ അതിട്ടാലും മതി കേട്ടോ. എന്നതിന് ശേഷം നമ്മൾ പഴംപൊരിൻ്റെ ബാറ്റർ പോലെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അധികം ലൂസ് ആവാനോ അല്ലെങ്കിൽ അധികം ടൈറ്റ് ആവാനോ നിൽക്കരുത്. നമ്മളെ ഈ ഒരു ഫില്ലിങ് കോട്ട് ചെയ്യാനുള്ള രീതിയിലേക്ക് സെറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി നമ്മളത് മാറ്റി വെക്കുക. നമ്മളെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് 2 മണിക്കൂറിന് ശേഷമാണ് നമ്മളിത് എടുക്കുന്നത് കേട്ടോ. പിന്നെ നമ്മളിതാ ഫില്ലിങ് റെഡിയാക്കുകയാണ് കേട്ടോ. 3 വലിയ സൈസിലുള്ള ഉള്ളി നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമ്മളൊരു പാൻ എടുക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. ഈ ഒരു ചെറുതായിട്ട് കട്ട് ചെയ്ത ഉള്ളി ആഡ് ചെയ്യുക. എന്നതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് ഉപ്പും പച്ചമുളക് ഞാനൊരു പച്ചമുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇഞ്ചി ചതച്ചതും കൂടെ ചേർത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി നമ്മളിതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ ഉപ്പിട്ട് വേവിച്ചിട്ടുള്ള ചിക്കനും ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. നമ്മളിവിടെ 600 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. എന്നതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഉപ്പിട്ട് വേവിച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മളിവിടെ 5 ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെയൊക്കെ മെഷർമെൻറ്റ് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ മസാലപ്പൊടികളും നിങ്ങൾക്ക് എങ്ങനെയാണോ ടേസ്റ്റ് നോക്കിയിട്ട് അതിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കുക കേട്ടോ. എന്നതിന് ശേഷം നല്ലപോലെ ഇത് മിക്സ് ചെയ്യുക. നമ്മൾ ഈ ഒരു കട്ട്ലേറ്റിൻ്റെ അതേ മിക്സ് തന്നെയാണ് കേട്ടോ അത്. അപ്പം അതുപോലെ നമ്മൾ നല്ലപോലെ എന്താ ചെയ്യുക മിക്സ് ചെയ്തിട്ട് റെഡിയാക്കി എടുക്കുക കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് കുറച്ചുകൂടെ മല്ലിച്ചപ്പും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. മല്ലിച്ചപ്പും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പം ഇപ്പോൾ തന്നെ ഈ ഒരു മസാല നല്ല രസമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് കുരുമുളകോ അല്ലെങ്കിൽ എന്തെങ്കിലും മസാലകളോ ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ. അതിന് ശേഷം നമ്മളൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മൾ പഴംപൊരി സ്ലൈസ് ചെയ്യുന്ന ആ ഒരു ഷേപ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു മസാല ഇതേപോലെ നമ്മൾ എന്തൊക്കെ ഷേപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പം ഓരോന്നും ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യുക, ഇതേപോലെ ഷേപ്പാക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പം നമ്മൾ അത്യാവശ്യം പഴംപൊരിൻ്റെ അതേ വലുപ്പത്തിൽ തന്നെ അത് പരത്തിയെടുക്കണം കേട്ടോ. ഈ ഒരു ഫില്ലിങ്ങിൽ നമുക്ക് ബീഫ് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഇനി അതല്ല ചിക്കനും ബീഫും ഇല്ലാതെ ഉരുളക്കിഴങ്ങ് മാത്രമായിട്ട് അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. പിന്നെ നമ്മളിതാ നേരത്തെ മാറ്റി വെച്ച ആ ഒരു ബാറ്ററിലേക്ക് ഈ നമ്മൾ പഴംപൊരി ഇതേപോലെ മുക്കി പൊരിക്കണ പോലെ തന്നെ നമ്മൾ ഈ ഒരു മസാലയിൽ മുക്കിയിട്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇങ്ങനെ നമ്മൾ ഓരോന്നും ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഇത് തമ്മിലുള്ള ഡിഫറൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഴം ആഡ് ചെയ്യുന്നില്ല, അതുപോലെ തന്നെ മാവിലേക്ക് മധുരം ആഡ് ചെയ്യുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ബാക്കിയൊക്കെ എല്ലാം സെയിം ആണ് കേട്ടോ. അപ്പം വിരുന്നുകാരെ പറ്റിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി തന്നെയാണ്, സ്നാക്ക് റെസിപ്പി തന്നെയാണ് കേട്ടോ അതുള്ളത്. അപ്പോൾ കണ്ടാൽ പഴംപൊരിൻ്റെ ലുക്ക് ഉണ്ടെങ്കിലും ഇത് നമ്മളെ മസാല ചിക്കൻ പൊരിയാണ് കേട്ടോ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു സിമ്പിളായിട്ടൊരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. ഞാനിതാ ബാക്കിയുള്ളതൊക്കെ ഇതേപോലെ ഫ്രൈ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാല ആഡ് ചെയ്തിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പം ഈ ഒരു സിമ്പിൾ റെസിപ്പി ട്രൈ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണാം. താങ്ക്